ഇപ്പോൾ ഒരു വാർത്ത വന്നിട്ടുള്ളത് കാഞ്ഞങ്ങാട് നിന്നാണ്. കൊറോണ പടരുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ നിർദ്ദേശം ലംഘിച്ച് വെള്ളിയാഴ്ച ജുമാ നിസ്കാരം നടത്തിയ നീലേശ്വരം ടൗൺ ജുമാ മസ്ജിദിലെ ഇമാമും പള്ളി കമ്മിറ്റിക്കാരും അടക്കമുള്ള കുറെ പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നതിന്റെ കാര്യം. അപ്പം ഈ വിശ്വാസികൾ എന്ന് പറയുന്ന കൂട്ടരോടാണ് പറയാനുള്ളത്. നിങ്ങളുടെ വിശ്വാസമോ നിങ്ങളുടെ ദൈവമോ നിങ്ങളുടെ എന്ത് മയിരും മണ്ണാങ്കട്ടെ എല്ലാം നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം. നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുക. പക്ഷേ ഇതുപോലൊരു സാഹചര്യത്തിൽ പോലീസും സർക്കാരും ഇത്രയും കാര്യക്ഷമമായി എല്ലാവരുടെയും ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജീവനെ നിലനിർത്താൻ വേണ്ടിയെങ്കിലും ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പള്ളികൾ തുറന്ന് പ്രവർത്തിക്കരുത്, ജുമാ നിസ്കാരം പാടില്ല എന്ന് നിർദ്ദേശം തന്നിട്ടുള്ള സാഹചര്യത്തിൽ ഈ കാണിച്ചിരിക്കുന്ന പേക്കൂത്തിനുള്ള മറുപടി ഈ ജുമാ നിസ്കാരം ഇന്ന് ഈ വെള്ളിയാഴ്ച ആ നിസ്കാരത്തിൽ പങ്കെടുത്ത് എല്ലാവരും പറഞ്ഞേ പറ്റൂ. കേസെടുത്തിട്ടുണ്ട്. പള്ളിക്ക് പുറത്തുനിന്ന് വാഹനങ്ങളൊക്കെ എന്തായാലും പോലീസ് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. തിരിച്ചു കൊടുക്കരുതെന്നാണ് പറയാനുള്ളത്. നന്നായി ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാകുന്ന വിധത്തിലുള്ള നടപടി എടുക്കുകയും വേണമെന്നുള്ളതാണ്. ഏത് പടച്ചോനെ കാണിക്കാനാണ് ഇവന്മാരൊക്കെ കുത്തിമറിയുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മണ്ടൻ വിശ്വാസികളെ, നിങ്ങളോടാണ്. നിങ്ങളുടെ പടച്ചോന്റെ തലസ്ഥാനം അടക്കം പൂട്ടിക്കെട്ടി പോയിട്ടുള്ളത്. ലോകാവസാനം വരെ ത്വവാഫ് നിലയ്ക്കില്ല എന്ന് നിങ്ങളുടെ പടച്ചോൻ ഖുറാനിൽ എഴുതിയിറക്കിയ അങ്ങവിടെ കഅബ വരെ പൂട്ടിക്കെട്ടി. ഈച്ച പോലും കയറാത്ത അവസ്ഥയിലാണ് നിലവിൽ അവിടെ ഉള്ളത്. അപ്പൊ നിങ്ങൾ ഇവിടെ കാഞ്ഞങ്ങാട് കിടന്ന് കുത്തിമറിഞ്ഞത് കൊണ്ട് ഒരു ചുക്കും ചുണ്ണാമ്പും ഉണ്ടാവാൻ പോകുന്നില്ല. നിനക്കൊക്കെ ഈ വിശ്വാസികൾ എന്ന് പറയുന്ന മൈരുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെ പറ്റി ഐ എം നോട്ട് ബോതേഡ്.